നമസ്കാരം. ഞാൻ ഡോക്ടർ സോനു മാനുവൽ, കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ്, സെന്റ് മേരീസ് ഹോസ്പിറ്റൽ, തൊടുപുഴ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പീഡലിഡീമ എന്ന വിഷയത്തെക്കുറിച്ചാണ്. പീഡലിഡീമ എന്ന രോഗലക്ഷണം എങ്ങനെ ഉണ്ടാവുന്നു, അത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെ, പീഡലിഡീമ ഉള്ള വ്യക്തികൾ നടത്തേണ്ട പരിശോധനകൾ എന്തെല്ലാം, എന്താണ് പീഡലിഡീമയുടെ പ്രധാന ചികിത്സകൾ എന്നിവയെക്കുറിച്ചെല്ലാം നമുക്ക് ഇന്ന് സംസാരിക്കാം. എന്താണ് പീഡലിഡീമ എന്ന് പറഞ്ഞാൽ? എഡീമ എന്ന വാക്കിന്റെ അർത്ഥം നീര് എന്നാണ്. കാലുകളിലുള്ള നീരിനെയാണ് പീഡലിഡീമ എന്ന് പറയുന്നത്. പ്രധാനമായും കാലിലെ നീര് കാൽപാദത്തിലും നമ്മളുടെ കാലിന്റെ ചുറ്റുമാണ് കാണുന്നത്. ഈ കാലിലെ നീര് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടുവരാം? ആ സ്ഥലത്ത് മാത്രമുള്ള അല്ലെങ്കിൽ ലോക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വരാം. ഒരു കാലിലേക്കുള്ള രക്തയോട്ടത്തിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്ന അസുഖങ്ങളായിട്ടുള്ള ഡീപ്പ് വെയിൻ ത്രോംബോസിസ്, വേരിക്കോസ് വെയിൻ, ആ കാലിലെ സെല്ലുലൈറ്റിസ്, ആ കാലിൽ നിന്നും ജലം കൊണ്ടുപോകുന്ന ലിംഫാറ്റിക് വെസലുകളിൽ ബ്ലോക്കുകൾ വരുന്ന അസുഖങ്ങൾ, അതല്ലെങ്കിൽ ചെറിയൊരു മുറിവ്, ഒരു പ്രാണി കടിച്ചാൽ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലും എന്ത് വരാം? ലോക്കലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രം നിൽക്കുന്ന എഡീമ വരാം. അത് മിക്കവാറും ഒരു കാലിൽ അല്ലെങ്കിൽ കാലിന്റെ ഒരു ഭാഗത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് ശരീരത്തിലെ വേറെ അവയവങ്ങളുടെ തകരാറുകളൊന്നും സൂചിപ്പിക്കുന്നില്ല. ആ സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് അതിന്റെ കാരണം. അപ്പോൾ അതിന്റെ ചികിത്സകളും അതിനനുസരിച്ച് മാത്രമായിരിക്കും. പിന്നീടുള്ളത് രണ്ട് കാലിനെയും ഒരുപോലെ ബാധിക്കുന്ന നീരുകൾ ഒരേ സമയത്ത് വരുന്നു. ഏതാണ്ട് ഒരേ രീതിയിൽ രണ്ട് കാലുകളിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു കാലിൽ കുറച്ച് കൂടുതൽ വന്നാൽ മറ്റേ കാലിലും അതുപോലെ തന്നെ നിൽക്കുന്നു. അങ്ങനെ വരുന്ന പീഡൽ എഡീമ, അതിനെ നമ്മൾ ഒരു ജനറലൈസ്ഡ് എഡീമ, ശരീരത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഉള്ള ഒരു എഡീമയുടെ ഭാഗമായിട്ട് വരുന്ന എഡീമ. ആ എഡീമ ഉണ്ടാവുന്നത് പ്രധാനമായും 4 അവയവങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടാവാം. ഒന്ന്, വൃക്ക. നിങ്ങൾക്കറിയാം, വൃക്ക എന്ന് പറയുന്നത് ശരീരത്തിന്റെ വേസ്റ്റുകൾ നീക്കം ചെയ്യുന്ന ജോലി ചെയ്യുന്ന അവയവമാണ്. ശരീരത്തിൽ നിന്ന് എന്ത് ഭക്ഷണത്തിൽ നിന്നുണ്ടാവുന്ന വേസ്റ്റുകളാണെങ്കിലും നമ്മുടെ ആഹാരത്തിൽ നിന്നുണ്ടാവുന്ന വേസ്റ്റുകളാണെങ്കിലും നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങൾ നശിപ്പിക്കപ്പെടുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന വേസ്റ്റുകളാണെങ്കിലും ഇതെല്ലാം നീക്കം ചെയ്യുന്നത് വൃക്കയാണ്. അങ്ങനെയുള്ള വേസ്റ്റുകളിൽ പ്രധാനമാണ് ജലവും ഉപ്പും. ഈ ജലവും ഉപ്പും വൃക്കയുടെ തകരാറ് കൂടുന്ന സമയങ്ങളിൽ ശരീരത്തിൽ തന്നെ അടിഞ്ഞു കിടക്കാനും അങ്ങനെ അടിഞ്ഞു കിടക്കുന്നത് നീരായി കാണപ്പെടാനും സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ കാലിലെ നീര് വൃക്കരോഗങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. രണ്ടാമത്തെ പ്രധാന അവയവം ഹൃദയമാണ്. ഹൃദയത്തിന്റെ തകരാറുകളിൽ ഹൃദയത്തിന്റെ പ്രവർത്തനശേഷി കുറഞ്ഞു പോകുകയോ ഹൃദയത്തിന് ബ്ലോക്ക് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്ന അവസ്ഥയിലുമൊക്കെ കാലില് നീരുണ്ടാവാം. പിന്നീട് അടുത്ത കാരണം കരൾ രോഗങ്ങളാണ്. കരളിന്റെ അസുഖങ്ങളിൽ ശരീരത്തിലെ ആൽബുമിൻ കുറഞ്ഞു പോവുകയും ആൽബുമിൻ കുറഞ്ഞു പോകുന്നതിലൂടെ കാലിൽ നീരുണ്ടാവുകയും ചെയ്യുന്നു. പിന്നീടൊന്ന് ശ്വാസകോശ രോഗങ്ങളാണ്. ശ്വാസകോശ രോഗങ്ങൾ അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോൾ അത് ഹൃദയത്തിന്റെ പ്രവർത്തനം തകരാറിലാവുകയും കോർ പൾമണയിൽ എന്ന അവസ്ഥ ഉണ്ടാവുകയും ആ അവസ്ഥ വഴി ശരീരത്തിൽ നീരുണ്ടാവുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ രക്തക്കുറവിൽ നീരുണ്ടാവാം, തൈറോയിഡ് അസുഖങ്ങളിൽ നീരുണ്ടാവാം, ശരീരത്തിലെ പ്രോട്ടീൻ കുറഞ്ഞു പോകുന്ന ഹൈപ്പോ ആൽബുമിനീമിയ എന്ന അസുഖത്തിലും ഇതുപോലെ നീരുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണ് ഈ എഡീമ രൂപപ്പെടുന്നത്? നമ്മളുടെ ശരീരത്തിൽ ഇങ്ങോട്ടും രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളുണ്ട്, അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളുണ്ട്. ഇത് രണ്ടിന്റെയും ഇടയിലൂടെ ക്യാപ്പിലറികൾ എന്ന് പറയുന്ന ചെറിയ രക്തക്കുഴലുകളിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് ഏതെങ്കിലും കാരണവശാൽ ഈ ക്യാപ്പിലറിയിൽ രക്തത്തിന് നിൽക്കാൻ സാധിക്കാതെ വന്നാൽ രക്തത്തിന്റെ ഒരു ഭാഗം അതിൽ നിന്ന് ആ ക്യാപ്പിലറിയിൽ നിന്ന് പുറത്തേക്ക് പോയാണ് നീരായി മാറുന്നത്. അത് പ്രധാനമായും രക്തസമ്മർദ്ദം കൂടുന്നതുകൊണ്ട്, ഈ ക്യാപ്പിലറികളുടെ സമ്മർദ്ദം കൂടുന്നത് കൊണ്ടാവാം, ആൽബുമിന്റെ അളവ് കുറയുന്നത് കൊണ്ടാവാം, അതല്ലെങ്കിൽ തിരിച്ചു പോകുന്ന വഴികളിൽ എവിടെയെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടാവുന്നതുകൊണ്ടാവാം. ഇവയെല്ലാം കാലിന്റെ നീരിലേക്ക് നയിക്കും. അപ്പോ നമ്മൾക്ക് ഒരാൾക്ക് നീരുമായി നമ്മൾ ഡോക്ടറെ അടുത്ത് എത്തിയാൽ ഡോക്ടർ നോക്കുന്ന പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമേ
ഇത് ഒരു സ്ഥലത്ത് മാത്രം നിൽക്കുന്ന നീരാണോ, അതോ രണ്ട് കാലുകളിലും വയറുകളിലും ശ്വാസകോശത്തിലും ഒക്കെ ഈ നീരിന്റെ അംശങ്ങൾ കാണുന്നുണ്ടോ എന്നാണ് ഏത് ഡോക്ടറും ആദ്യമേ പരിശോധിക്കുക. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു അവയവ തകരാറാണോ അതോ ലോക്കലായുള്ള ഒരു കാരണമാണോ എന്ന് നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കും. പിന്നീട് നീരിന്റെ ചില സ്വഭാവങ്ങൾ നമ്മളെ ഏത് അവയവത്തിനാണ് തകരാറ് ഉണ്ടായത് എന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നീര് ഒട്ടും ഇല്ലാതിരിക്കുകയും കുറച്ചു സമയം നടന്നതിന് ശേഷമോ അല്ലെങ്കിൽ ജോലി ചെയ്തതിന് ശേഷമോ മാത്രം ഉണ്ടാവുകയും ചെയ്യുന്ന നീര് മിക്കവാറും ഹൃദയത്തിന്റെയോ ശ്വാസകോശത്തിന്റെയോ നീര് സൂചിപ്പിക്കാനാണ് സാധ്യത. രണ്ടാമത്, രാവിലെ തന്നെ കാലിനും മുഖത്തും ഒക്കെ നീരുണ്ടെങ്കിൽ, കാലിനും മുഖത്തും ഒക്കെ നീരുണ്ടെങ്കിൽ അത് വൃക്ക രോഗങ്ങളുടെ ഒരു പ്രധാന ലക്ഷണമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മുഖത്ത് വല്ലാതെ ഒരു മുഖം ഇടിഞ്ഞിച്ചിരിക്കുക, അതോട് ചേർത്ത് തന്നെ കാലിന് നീരുണ്ടാവുക, ഇതൊക്കെ വൃക്ക രോഗങ്ങളുടെ ലക്ഷണമാണ്. പിന്നെ വലിയ വയറിന്റെ നീരും അതോട് ചേർത്താണ് കാലിൽ നീര് വരുന്നതെങ്കിൽ നമുക്കിത് ഒരു കരളിന്റെ രോഗമാണോ ഈ നീരിന് കാരണമാവുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റും. പിന്നീട് നല്ല ശ്വാസമുട്ടൽ ഉണ്ടായിരുന്ന, നേരത്തെ പുകവലി മുതലായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും നല്ല ശ്വാസമുട്ടൽ ഉണ്ടായിരുന്ന ഒരാൾക്കാണ് ഇപ്പൊ നീര് വന്നതെങ്കിൽ അത് ശ്വാസകോശ രോഗമാണ് ആ നീരിലേക്ക് നയിച്ചത് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പ്രോപ്പറായി ഒരു രോഗിയോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിലൂടെ തന്നെ ഒരു ഡോക്ടർക്ക് ഈ നീരിന്റെ എന്താണ് ഒരു കാരണം എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഉദ്ദേശം മനസ്സിലാവുന്നു. അതിനുശേഷം നമ്മൾ അത് തെളിയിക്കാനുള്ള പരിശോധനകൾ ചെയ്യും. വൃക്കയുടെ കാര്യത്തിലാണെങ്കിൽ യൂറിയ, ക്രിയാറ്റിനിൻ, മൂത്രത്തിലെ പ്രോട്ടീന്റെ അളവ്. രക്തത്തിലെ വൃക്കയുടെ തകരാറ് വരുമ്പോൾ രക്തത്തിലെ യൂറിയയുടെയും ക്രിയാറ്റിന്റെ അളവ് കൂടുകയും മൂത്രത്തിലെ പ്രോട്ടീന്റെ അളവ് കൂടുകയും ചെയ്യും. അപ്പൊ ഇത് ഉണ്ടെങ്കിൽ സൂചിപ്പിക്കുന്നത് വൃക്കയ്ക്ക് ഒരു അസുഖം ഉണ്ടെന്നാണ്. അപ്പൊ വൃക്കയുടെ അസുഖമാണ് ആ നീരുണ്ടാക്കിയത് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റും. പിന്നെ അടുത്ത ഇതെന്ന് പറയുന്നത് കരളിന്റെ പ്രവർത്തനങ്ങൾ. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ LFT ചെയ്തിട്ട് കരളിന്റെ പ്രവർത്തനങ്ങൾ, SGOT, SGPT, ആൽബുമിൻ മുതലായ കാര്യങ്ങളുടെ ലെവലുകൾ നോക്കി നമുക്ക് കരളിന് തകരാറുണ്ടോ എന്ന് കണ്ടെത്താം. ഹൃദയത്തിന്റെ പ്രവർത്തനം ഒരു ECGയോ എക്കോയോ എടുത്ത് ഹൃദയത്തിന്റെ പ്രവർത്തനം എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം. പിന്നീട് നമുക്ക് ശ്വാസകോശ പരിശോധനകൾ, PFT അല്ലെങ്കിൽ ചെസ്റ്റ് എക്സ്റേ ചെയ്യാം. പിന്നെ നമ്മളുടെ തൈറോയിഡിന്റെ ലെവൽ നോക്കാം. രക്തക്കുറവുണ്ടോ എന്നറിയാനായിട്ട് ഹീമോഗ്ലോബിൻ പരിശോധന നടത്താം. ഇങ്ങനെ കുറച്ച് പരിശോധനകളാണ് ഏത് അവയവത്തിൻ്റെതാണ് എന്നുള്ളത് നമുക്ക് കണ്ടെത്താനായിട്ട് ചെയ്യുക. പക്ഷെ എല്ലാ പരിശോധനകളും ഒരു വ്യക്തിയെ ചെയ്യിക്കേണ്ട ആവശ്യകതയില്ല. നമുക്ക് ആദ്യത്തെ പരിശോധനകളിൽ നിന്നും മറ്റിൽ നിന്നും ഏത് ഇതിന്റെ ആണ് നീര് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പരിശോധനകൾ മാത്രമേ ആവശ്യമായി വരികയുള്ളൂ. തൈറോയിഡ് അസുഖത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇത് എന്താന്ന് പറഞ്ഞാൽ, സാധാരണ നീരുള്ള ഒരു വ്യക്തിയിൽ നമ്മൾ അതിൽ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നീര് ചുങ്ങിപ്പോകും. പക്ഷേ തൈറോയിഡിന്റെ അസുഖത്തിൽ സാധാരണ ഉണ്ടാകുന്ന നീര് നോൺ പിറ്റിംഗ് എഡീമയാണ്. നമ്മൾ അതിൽ കുത്തി കഴിഞ്ഞാൽ അത് അങ്ങ് താന്നു പോവില്ല. അങ്ങനെയുള്ളൊരു നീര് കണ്ടു കഴിഞ്ഞാൽ അത് തൈറോയിഡിന്റെ അസുഖം കൊണ്ടുള്ള നീരാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താനും തൈറോയിഡിനെ ചികിത്സിക്കുന്നതിലൂടെ ആ നീരിനെ ഏതാണ്ട് പൂർണ്ണമായി ഇല്ലാതാക്കാനും സാധിക്കും. പിന്നീട് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ ഈ എന്ത് അസുഖം കൊണ്ടാണ്, പിന്നെ നമ്മൾ ആ ലോക്കൽ കാരണങ്ങളാണ് നമുക്ക് തോന്നുന്നത്. ഒരു വെയിന്റെ ഒക്കെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ കാലിലേക്കുള്ള രക്തയോട്ടം പരിശോധിക്കുന്ന സ്കാനിങ്ങുകൾ മുതലായവ, ഈ വെരിക്കോസ് വെയിന് മറ്റു കാര്യങ്ങളുണ്ടോ, DVT മുതലായ കാര്യങ്ങളുണ്ടോ എന്നുള്ളത് കണ്ടെത്താനായിട്ട് ചെയ്യും. പിന്നെ നമുക്ക് നീരുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്, ചില ആഹാര രീതികളിലെ മാറ്റങ്ങളുണ്ട്, ചില മരുന്നുകളുണ്ട്. ഒന്നാമതായി നമ്മൾ ചിന്തിക്കുക എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ വ്യത്യാസം വരുത്തണം. ഒന്ന്, നമുക്ക് നീരുള്ള വ്യക്തിയാണെങ്കിൽ നമുക്ക് തന്നെ അറിയാം, ഈ കാല് കുറച്ചു നേരം പൊക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീര് വലിഞ്ഞു പോകും. അപ്പം രാത്രി കിടക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്കൊരു തലയണ വെച്ച് കാലൊന്ന് ചെറുതായിട്ട് പൊക്കി വെക്കാം. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ കുറെ നേരം ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇടയ്ക്കൊന്ന് എഴുന്നേറ്റ് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നീര് കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടും. പിന്നെ നമുക്ക് കുറെ നേരം നിൽക്കേണ്ട ജോലികളാണ് നമ്മുടെ ഏതെങ്കിലും, ഇടയ്ക്കൊന്ന് പോയി ഇരുന്ന് കാലൊന്ന് പൊക്കി വെച്ചിരിക്കുക, എന്നിട്ട് വീണ്ടും വന്ന് ജോലി തുടരുക. അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നീരിന്റെ അളവ് ചെറുതായിട്ടൊന്ന് കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ അടുത്തത് കംപ്രഷൻ തെറാപ്പി. കംപ്രഷൻ സ്റ്റോക്കിങ്സ് പോലെയുള്ള സാധനങ്ങൾ, നീര് വളരെ കലശലായിട്ട് വരുന്ന സന്ദർഭങ്ങളിൽ നീര് വലിയാനായിട്ട് നമുക്ക് കംപ്രഷൻ തെറാപ്പി ഉപയോഗിക്കാം. പിന്നെ റെഗുലർ ആയിട്ടുള്ള ഫിസിയോതെറാപ്പിയിലൂടെയും കുറച്ചൊന്ന് നീര് കുറയ്ക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഇതാണ് അതിന്റെ ഒരു സാധാരണ ഏതൊരു നീരുള്ള വ്യക്തിയും ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് നമ്മൾ പറയുക. രണ്ടാമത് ഞാൻ പറഞ്ഞു, ഈ നീരെന്ന് പറഞ്ഞാൽ അത് വേറൊന്നുമല്ല, ഉപ്പും വെള്ളവും മാത്രം. അപ്പൊ നമുക്ക് ഈ ഉപ്പിന്റെയും വെള്ളത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നതിലൂടെ നീരിന്റെ അളവ് ഒരു പരിധി വരെ നിയന്ത്രിക്കാനായിട്ട് പറ്റും. എങ്ങനെയാണ് നമ്മൾ ഉപ്പ് നിയന്ത്രിക്കുക? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വൈസ് എന്താന്ന് വെച്ചാൽ, നമ്മൾ കറികളിൽ രുചിക്കായിട്ടുള്ള ഉപ്പല്ലാതെ അഡീഷണൽ ആയിട്ട് ഉപ്പ് ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ഉപ്പ് വളരെ കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, പ്രത്യേകിച്ച് അച്ചാർ,
പപ്പടം, ടിന്നിൽ അടച്ചു വരുന്ന പ്രിസർവേറ്റീവ്സ് ചേർത്ത് വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവ ഉപയോഗിക്കാതിരുന്നാൽ തന്നെ ശരീരത്തിൽ നിന്ന് നല്ലതുപോലെ ഉപ്പിന്റെ അളവ് കുറയ്ക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു കണക്ക് പറയുകയാണെങ്കിൽ 2 ഗ്രാം സോഡിയം അല്ലെങ്കിൽ 5 ഗ്രാം സോഡിയം ക്ലോറൈഡ്, നമ്മുടെ സാധാരണ ഉപ്പെന്ന് പറയുന്നതാണ്, നമുക്ക് ഇതിനകത്ത് 5 ഗ്രാം ആണ് ഒരു ദിവസം ഉപ്പ് ഉപയോഗിക്കാവുന്നത്. പിന്നെ ഉപ്പിന്റെ മാറ്റങ്ങൾ വരുന്നതിലൂടെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഈ ഇന്ദുപ്പൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നീര് കുറയുമെന്ന് ചിലർ പറയുന്നുണ്ട്. പക്ഷേ ഈ വൃക്ക രോഗികൾക്കുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ദുപ്പിൽ പൊട്ടാസ്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പൊട്ടാസ്യം അടങ്ങിയ ഇന്ദുപ്പ് ഒരിക്കലും വൃക്ക രോഗികൾക്ക് പറ്റിയ ഒരു ഉപ്പല്ല. അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നതിൽ നിന്ന് വൃക്ക രോഗികൾ മാറി നിൽക്കേണ്ടതാണ്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാവുന്ന വെള്ളത്തിന്റെ അളവ് നിയന്ത്രിക്കുക. ഒരു രോഗി ഒരു ദിവസം എന്തുമാത്രം മൂത്രം പുറന്തള്ളുന്നുണ്ടെന്നുള്ളത് നമുക്കൊരു 24 മണിക്കൂർ മൂത്രം കളക്ട് ചെയ്ത് കണ്ടെത്താനായിട്ട് പറ്റും. അപ്പൊ അതിന്റെ കൂടെ ഒരു 700 മില്ലിയും കൂടിയാണ് സാധാരണ അദ്ദേഹത്തിന് സേഫ് ആയിട്ട് കുടിക്കാവുന്നത്. നീരിന്റെ അളവിനനുസരിച്ച് ഡോക്ടർമാർ ഇതിന്റെ കാര്യത്തിൽ കൂടുതലും കുറവും ഒക്കെ വരുത്തിയേക്കാം. അപ്പൊ അത് എന്തുമാത്രം വെള്ളം ഒരു ദിവസം കുടിക്കാം എന്നുള്ളത് നമ്മൾ ഡോക്ടറുമായിട്ട് സംസാരിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. പിന്നെ നീര് വലിയാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നുകൾ എന്ന് പറയുന്നത് ഡയൂററ്റിക്സ് എന്ന് പറയുന്ന മരുന്നുകളാണ്. ഡയൂററ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂത്രത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന സോഡിയം മുതലായ ധാതുലവണങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്ത് നീര് കുറയ്ക്കുന്ന മരുന്നുകളാണ്. വൃക്കയിലെ ട്യൂബ്യൂളുകളിൽ അവ എവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതനുസരിച്ച് ഏതാണ്ട് 4-5 തരത്തിലുള്ള ഡയൂററ്റിക്സ് ഉണ്ട്. എന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാവുക ഫ്യൂറസമൈഡ് എന്ന് പറയുന്ന മരുന്നാവും. അവയാണ് നീര് നീക്കാൻ ചെയ്യാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നുകൾ. പിന്നെ അതിന്റെ ഇപ്പോഴത്തെ പുതിയ ഇതായിട്ടുള്ള ടോർസമൈഡ്, ഫ്യൂറസമൈഡിൽ പ്രവർത്തിക്കാതെ വരുമ്പോഴോ അല്ലെങ്കിൽ ചില ആളുകൾക്ക് ദിവസം ഒരു നേരം മാത്രമേ ഈ മരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴോ ടോർസമൈഡ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ പൊട്ടാസ്യം കുറവാണെങ്കിൽ പൊട്ടാസ്യം സ്പെയറിംഗ് ഡയൂററ്റിക്സ് ആയിട്ടുള്ള അൽഡാക്ടോൺ മുതലായവ ഉപയോഗിക്കാറുണ്ട്. നീര് വലിയാത്ത സന്ദർഭങ്ങളിൽ തയസൈഡ് ലൈക്ക് ഡയൂററ്റിക്സ്, മെറ്റലാസോൺ മുതലായ മരുന്നുകളും ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നീര് വലിയാനുള്ള മരുന്നുകൾ പ്രവർത്തിക്കുന്ന ശരീരത്തിൽ നിന്ന് ജലം നീക്കം ചെയ്താൽ, അപ്പൊ അതിനനുസരിച്ച് നമ്മൾ പിന്നെയും വെള്ളം ഉപ്പും കുടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നീര് വലിയാനുള്ള മരുന്നുകൾക്ക് പ്രവർത്തിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ നീരിന്റെ അളവ് കുറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെ മരുന്നുകൾ കൊണ്ട് മാത്രം നമുക്ക് എന്ത് നിയന്ത്രിക്കാൻ പറ്റില്ല? നീര് നിയന്ത്രിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്തും ഡയൂററ്റിക് വഴിയും നമുക്ക് ഒരു പരിധി വരെ നീര് കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നീട് അടുത്തത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഏത് അസുഖം കൊണ്ടാണോ നമുക്ക് ഈ നീരുണ്ടായത്, നമുക്കിപ്പോൾ പ്രോട്ടീൻ കുറവാണെങ്കിൽ നമുക്ക് പ്രോട്ടീൻ കൂടുതലായിട്ട് കഴിക്കാം. രക്തക്കുറവാണെങ്കിൽ ആ രക്തക്കുറവിന്റെ കാരണം കണ്ടെത്തി ചികിത്സിച്ചു കഴിഞ്ഞാൽ നീര് ഏതാണ്ട് പൂർണ്ണമായി തന്നെ മാറും. വൃക്കയുടെ രോഗങ്ങളിൽ വൃക്കയുടെ അസുഖം മെച്ചപ്പെടാൻ ആവശ്യമായിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്നതിലൂടെ വൃക്കയുടെ പ്രവർത്തനം മെച്ചപ്പെടുന്നതിലൂടെ നീര് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഹൃദയത്തിന്റെ അസുഖങ്ങളിൽ ഹൃദയത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള SGLT2, ARB അല്ലെങ്കിൽ AC അങ്ങനത്തെ മരുന്നുകൾ കഴിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തി നീര് കുറയ്ക്കാനായിട്ട് പറ്റും. ശ്വാസകോശ അസുഖങ്ങളിൽ സാധാരണ മരുന്നുകളിലൂടെ മാത്രം അത് മാറ്റുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. എന്നാലും മരുന്നുകൾ ഒരു പരിധി വരെ നമുക്ക് നീര് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഈ നീരെന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഒരു പ്രശ്നമായി തന്നെ കണക്കാക്കേണ്ട കാര്യമാണ്. കാരണം നമ്മളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു കാര്യമായ പ്രശ്നമില്ലാതെ 2 കാലുകളും നീര് വെച്ച് വീർത്തു വരാനുള്ള സാധ്യത സ്വതവേ ഇല്ല. അപ്പൊ അങ്ങനെ 2 കാലുകളിലും ഒരേ രീതിയിൽ നീരുണ്ടാവുകയാണെങ്കിൽ ഏതോ ഒരു അവയവ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി ഉടൻ തന്നെ നമ്മുടെ ഡോക്ടറുടെ അടുത്തെത്തി അതിന്റെ കാരണം എന്താണെന്നുള്ളത് കണ്ടെത്തുകയും ചെയ്യുക. കാരണം നമ്മൾ നീര് വലിയാനുള്ള മരുന്നുകൾ നമുക്കൊരു പാരസെറ്റമോളിന്റെ ഫലം മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാത്രമേ അതുകൊണ്ടുള്ള മെച്ചം നമുക്ക് കിട്ടുള്ളൂ. അത് നിർത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ നീര് വീണ്ടും വരും. അപ്പൊ അതിന്റെ കാരണം കണ്ടെത്തി ആ കാരണത്തിനെ ചികിത്സിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? നീര് പൂർണ്ണമായി മാറ്റി നിർത്താനും നീര് ഉണ്ടാകാനായിട്ട് സാധ്യതയായ അവയവത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ നീര് എന്ന് പറയുന്നത് ഒരു വലിയ രോഗലക്ഷണമായി കണക്കാക്കി അതിന് കൃത്യമായ പരിശോധനകൾ നടത്താനും കൃത്യമായ ചികിത്സകൾ നേടുവാനും പൊതുജനങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സെപ്റ്റംബർ 25-ന് എഡീമ അവബോധനം ആചരിക്കുന്നുണ്ട്. ആ വർഷത്തിൽ ആ ദിവസമാണ് എഡീമയുടെ ദിവസമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അത്രയ്ക്ക് പ്രാധാന്യം ഈ എഡീമയ്ക്ക് ഉണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ എഡീമ ഉള്ള രോഗികളെല്ലാം സ്വന്തം ഡോക്ടറെ സമീപിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഡോക്ടർ സോനു മാനുവൽ.